നമുക്കറിയാനുള്ള കാര്യങ്ങൾ, ഒന്ന്, ഈ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. ഇനി ഈ കൊലപാതകത്തിന് ഒരു കാരണമായി ഈ പീഡന വിവരം ഈ അമ്മ അറിഞ്ഞ ശേഷമാണോ ഈ കുട്ടിയെ, കാരണം ഇപ്പം നേരത്തെ ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്നവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടു, ഈ തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഭർത്താവിനെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നില്ലേ, ഇനി എന്നെയും കൊല്ലാനാണോ വന്നത് എന്ന് അമ്മ ചോദിച്ചു എന്നുള്ളൊരു വിവരം. അത് നമുക്കങ്ങനെ സ്ഥിരീകരിച്ച വിവരമൊന്നുമല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു പരസ്പര വിരുദ്ധമായ ഒരു പെരുമാറ്റ രീതി ഉണ്ടല്ലോ ഈ സ്ത്രീയുടെ ഭാഗത്തല്ലേ? തീർച്ചയായിട്ടും അവരുടെ പെരുമാറ്റത്തിലുള്ള ഈ പറഞ്ഞ വൈരുദ്ധ്യം സാധാരണ നിലയ്ക്കൊരു ഭാര്യ എന്നുള്ള നിലയ്ക്കോ ഒരു അമ്മ എന്നുള്ള നിലയ്ക്കോ അവർ നല്ല രീതിയിലോ അല്ലെങ്കിൽ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അത് സ്വാഭാവികമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഭർത്താവിൻ്റെ വീട്ടിൽ ഉള്ള കുടുംബാന്തരീക്ഷം അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം ശ്രീമതി ബീന പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു അവിടെ സമാധാനപരമായിട്ടും സന്തോഷമായിട്ടുമായി പോകുന്നത് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പുറമേയുള്ള കാഴ്ചയായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ അമ്മ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കാത്തത് എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഭർത്താവാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി. കാരണം അയാളുടെ വ്യക്തമായിട്ടുള്ള ഒരു മൊഴിയോ അഭിപ്രായമോ ഒന്നും ഇതിൽ കേൾക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അയാൾ എന്താണ് ഇതിനകത്തെ ഈ വിഷയം. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് പ്രാഥമികമായിട്ട് കുട്ടികളെ സംരക്ഷിക്കേണ്ട അച്ഛനും അമ്മയും അതിന് തയ്യാറാവാത്തത് കൊണ്ടാണ് ഈ രണ്ട് കുട്ടികളും ഈ രീതിയിലേക്ക് അവരെ മറ്റുള്ളവർ പറയുന്ന അവരുടെ പ്രേരണ കൊണ്ടോ അവർ വാങ്ങിച്ചു കൊടുക്കുന്ന ചോക്ലേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ദുഷ്ടലാക്കോടുകൂടി കുട്ടികളെ വശീകരിക്കുന്നതുമൊക്കെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സാഹചര്യം മൊത്തം വിലയിരുത്തി മുന്നോട്ട് അതിൻ്റെ അന്വേഷണം കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തന്നെയല്ല, പീഡനത്തിന് വിധേയമായി എന്ന് കരുതി ആ കുട്ടിയെ കൊന്നുകളയല്ലോ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അവരിപ്പം മാനസികമായിട്ട് അത്ര വളർച്ചയില്ല, 28 വയസ്സിൻ്റെ വളർച്ചയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള പക്വതയുണ്ട് എന്നുള്ളതാണ് ഇപ്പം കൗൺസിലിംഗ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് ശരി തന്നെ, 28 വയസ്സെന്ന് പറയുന്ന ഒരു ചെറിയ പക്വതയല്ലല്ലോ. ഒരു 28 വയസ്സുള്ള ഒരാളുടെ എന്ന് പറയുമ്പോൾ അത്ര മോശമല്ല. അതിനർത്ഥം അവർ പെട്ടെന്ന് ചൂടാവുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള ഡിസോർഡർ ഉണ്ടായിരിക്കാം അവർക്ക്. പക്ഷെ അതൊന്നും ഈ ഒരു കൊലപാതകത്തിനുള്ള കാരണങ്ങളായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. നമുക്കിപ്പം അതിലേക്ക് കടക്കുമ്പം ഇത് എന്തുകൊണ്ട് കൊന്നു, നമ്മളിപ്പോൾ മറ്റ് ചില സാഹചര്യങ്ങളിൽ ചില സംഭവങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും ആ ട്രെയിനിന് മുമ്പിൽ ചാടുന്നു അല്ലെങ്കിൽ പുഴയിൽ ചാടുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർ ഈ കുട്ടിയെ കൊന്നുകളയുകയാണ്, പുഴയിൽ എറിഞ്ഞ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു വിഷയം. അപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക കാര്യമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ആ കുട്ടി മരിക്കണം, പക്ഷേ എനിക്ക് ജീവിക്കണം. ഭർത്താവിനെ കണ്ടപ്പോൾ നിങ്ങൾ എന്നെയും അല്ലെങ്കിൽ കൊല്ലാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു. അതെന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ കടന്നു ചെന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ പോവുകയുള്ളൂ. പിന്നെ മാത്രമല്ല, ഇവർ ആദ്യം മുതലേ മൗനമാണ് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ചോദിച്ചാൽ പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാകാത്തതോ ആയ ഒരു ബുദ്ധിക്കുറവുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഈ 2 മാസം ഹാപ്പിയായിട്ട് അവരവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർ ഹാപ്പി ആവാൻ ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതും മനസ്സിലാകണം. ഏത് സാഹചര്യമാണ് അല്ലെങ്കിൽ ആ ഒരു 2 മാസത്തിൻ്റെ സാഹചര്യങ്ങളിലുണ്ടായ വ്യത്യസ്തത എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവരെ സന്തോഷവതിയാക്കാനായിട്ട് അത് ഉതകിയത് അല്ലെങ്കിൽ സന്തോഷവതിയാക്കാനാക്കിയത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് സമഗ്രമായ ഒരു അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ കേസിൻ്റെയോ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോവുകയുള്ളൂ. നമുക്കറിയാം ഈ ബ്രോക്കൺ ഫാമിലികൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ കുഞ്ഞുങ്ങളാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ വാശിയുടെ പേരിൽ പരസ്പരം കുടുംബജീവിതം തന്നെ അല്ലെങ്കിൽ ദാമ്പത്യം തന്നെ തകർക്കുന്നു. ഇരുവശത്തും 2 കൂട്ടരുടെയും ആ ബന്ധുക്കളിൽ നിന്ന് വടംവലി പോലെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കുഞ്ഞിൻ്റെ മരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിയമത്തിൻ്റെ രീതിയിൽ ഇത് കൃത്യമായി അന്വേഷിച്ചാൽ മാക്സിമം ശിക്ഷ അയാൾക്ക് കിട്ടണമെന്നുള്ളത് തന്നെയാണ്. തെളിവുകൾ ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം പല സാക്ഷിമൊഴികളുണ്ടാവാം. പിന്നെ ഡോക്ടറുടെ തെളിവ് തന്നെ ഒരു വളരെയധികം പ്രാധാന്യമുള്ള തെളിവാണ്.
പിന്നെ അമ്മ തന്നെ ഇപ്പോൾ സാക്ഷിമൊഴിയായിട്ട് വരികയാണെങ്കിൽ അമ്മയ്ക്ക് ഈ വിവരം അറിയാമെങ്കിൽ അത്, അതുപോലെ തന്നെ അമ്മ മറ്റാരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, മാത്രമല്ല കുട്ടി ഇതാരോടെങ്കിലും പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ സൂചന വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഡോക്ടർ സൗമ്യ പറഞ്ഞത് കുട്ടിക്കത് മനസ്സിലാക്കാനോ പറയാനോ ഉള്ള പ്രായമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പക്വതയായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനോട് ചെറുതായി ചോദിച്ചാൽ, ഇക്കാര്യത്തിൽ സംശയം തോന്നി ആരെങ്കിലും ചെറിയ രീതിയിൽ സൗമ്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അതിനെ ആ രീതിയിൽ കുട്ടിയുടെ ഭാഷയിൽ അത് പറയുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്താണെങ്കിലും ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാത്രമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനും അപ്പുറത്തുള്ള ഒരു ആന്റണി സാർ, എന്നെ അതിലും എനിക്ക് സംഭവം. അത്ഭുതമായി തോന്നുന്നത് അമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരുമ്പോഴാണ്. എന്തുകൊണ്ടോ ഇതിൽ ഒരു ഘട്ടത്തിലും എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച്, ഈ കുട്ടി ഒരു വർഷമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് അമ്മ അറിയാതിരുന്നു എന്ന് എന്തുകൊണ്ടോ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അറിയില്ല, ഈ ഡോക്ടർ സൗമ്യ സെരിൻ പറഞ്ഞതുപോലെ നമുക്ക് മുൻവിധിയോടുകൂടി ഇതുപോലെ ഒരു കേസിൽ നമുക്ക് സമീപിക്കാൻ കഴിയില്ല.